ഈ എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു സൂചനയായിട്ട് എടുക്കാം, ചിലപ്പോൾ അത് പരാജയപ്പെടാറുമുണ്ട്. എങ്ങനെ എടുത്താൽ തന്നെ ഈ സൂചനയായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ മൊത്തം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഈ NDAയും അതുപോലെ ഇന്ത്യ മുന്നണിയിലും ഒരേ ലെവലിൽ വരുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. കാരണം 200 സീറ്റുകളോളം ഇന്ത്യ മുന്നണി എത്തുമെന്നും അത് 300 താഴെ സീറ്റുകളിൽ NDA സഖ്യം BJP സഖ്യം എത്തുമെന്നും നമുക്ക് ഏതാണ്ടൊരു ധാരണയിലെത്താം. ഇതൊരു എക്സിറ്റ് പോളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെ വേണേൽ മാറി മറിയാം. ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് വരാം, NDAക്ക് പിന്നാക്കം പോവുകയും ചെയ്യാം. ഇത് ഞാൻ പറയാൻ കാരണം ശ്രീ ഹക്സർ സൂചിപ്പിച്ച പോലെ വാജ്പേയി ഗവൺമെൻറ് 2004 അധികാരത്തിൽ വീണ്ടും വരും എന്നൊരു എക്സിറ്റ് പോൾ വന്ന് അദ്ദേഹം വളരെ വിശ്വസിച്ചിരുന്നു വാജ്പേയി. പക്ഷേ അത് അന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 200-250 സീറ്റുകളുടെ വ്യത്യാസത്തിൽ വന്ന് അവസാനം കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് 145 സീറ്റൊക്കെ ഉണ്ടായിട്ട് അവർ അധികാരത്തിലെത്തി. 2009 ഇതുപോലെ വന്ന് ഇങ്ങനെ NDAയോ അല്ലെ BJP മുന്നണിയോ അല്ലെങ്കിൽ കോൺഗ്രസോ അധികാരത്തിൽ വരാം എന്ന് വന്ന് നെക്ക് ടു നെക്ക് ഫൈറ്റാന്നൊക്കെ പറഞ്ഞു നിന്നു. അവസാനം കോൺഗ്രസ് തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു. ഇങ്ങനെ ഇത് മാത്രമല്ല, ബീഹാറിൽ ഈ മഹാസഖ്യം എന്നൊരു സഖ്യമുണ്ടാക്കി നിതീഷ് കുമാർ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഒക്കെ ചേർന്നിട്ട്. അന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചു അവിടെ BJP അധികാരത്തിൽ വരുമെന്ന്. പക്ഷേ വന്നത് ഈ വിശാല സഖ്യമെന്ന നിതീഷ് കുമാറിൻ്റെ മുന്നണിയാണ്. അപ്പോൾ അങ്ങനെ മാറി വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഏതാണ്ട് എല്ലാ മറ്റേ സർവേകളും ഒരേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ സർവേകളുടെ അതിൻ്റെ ഒരു എന്താണ് പറയുക, സത്യസന്ധതയും വിശ്വാസ്യതയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിരുന്നു ഇന്നലെ, ഈ എക്സിറ്റ് പോൾ സർവേ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിന്നും മാറി നിൽക്കാനായിട്ട്. പക്ഷേ പിന്നീട് അവർ ഇന്ന് വൈകുന്നേരം തിരുത്തിയിട്ട് ഇപ്പോൾ അതിൽ പങ്കെടുക്കാമെന്നായിട്ടുണ്ട് ദേശീയ ചാനലുകളിലൊക്കെ. അപ്പോൾ അങ്ങനെ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സർവേ, ഈ എക്സിറ്റ് പോൾ സർവേ ഇങ്ങനെ ഏകപക്ഷീയമായി പോകുന്നത് കൊണ്ട് കോൺഗ്രസ് മാറി നിന്നാൽ അമിത്ഷാ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു പരാജയം മണക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷേ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കേരളം നോക്കും, നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന സംസ്ഥാനം കേരളമാണ്. ഈ കേരളത്തിൽ നമ്മളിപ്പോൾ കേൾക്കുന്നത് 1 മുതൽ 3 സീറ്റ് വരെ NDAക്ക് കിട്ടും, BJPക്ക് കിട്ടുമെന്നാണ്. NDA ആയ മൂവാറ്റുപുഴയിൽ പണ്ട് PC തോമസ് ജയിച്ചൊരു ഇതാണ്. അപ്പോൾ അക്കൗണ്ട് തുറക്കുന്നു എന്ന്, NDA അക്കൗണ്ട് തുറക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. BJP ഒക്കെ ഒരു അടയാളത്തിൽ ഒരാൾ ജയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ BJP എപ്പോഴും പറയുന്നത് ഒരു സീറ്റ് ഞങ്ങൾ എന്തായാലും ജയിക്കും, അത് തൃശ്ശൂരാകാം തിരുവനന്തപുരമാകാമെന്ന് പറയുന്നത്. ശരി, അപ്പോൾ മൂന്നാമത് ഏതാണ്? അത് അവർക്ക് ഇഷ്ടമുള്ള സീറ്റാകാം, ആയിക്കോട്ടെ. അപ്പോൾ ഈ 3 സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മൂന്നാമതൊരു സീറ്റില്ല, സീറ്റ് സർവേയിൽ കുറഞ്ഞു പോയി. ഇതുപോലെ ഒരുപാട് ഓരോ സീറ്റുകൾ കുറയുമ്പോൾ ഏതാണ്ട് 200-280 സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാൻ കഴിയുന്നുള്ളൂ. അതേ കണക്കുകൾ ഇന്ത്യ സഖ്യത്തിനും ബാധകമല്ലേ? അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ ആ കുറവും ആ വ്യത്യാസമൊക്കെ ഇന്ത്യ സഖ്യത്തിനും ബാധകമല്ലേ ശ്രീകുമാർ? തീർച്ചയായിട്ടും ബാധകമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, സർവേകളുടെ ആ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ 300-ലധികം കടക്കും NDA എന്ന് പറയുന്നത്. ശരി, കോൺഗ്രസ് 200 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ശരി, അപ്പോൾ ഇതിനിടയ്ക്കുള്ളൊരു 100 സീറ്റുകളുണ്ട്. ഇത് എക്സിറ്റ് പോൾ സർവേ ആണെന്ന് ആലോചിക്കണം. എക്സിറ്റ് പോൾ സർവേ പോലും 3-4 തവണ പരാജയപ്പെട്ട ഒരു രാജ്യത്ത് നമ്മൾ ഇതിലിങ്ങനെ വല്ലാതെ ആഹ്ലാദിച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇപ്പം തന്നെ നമ്മളെ ജയിച്ചു, പ്രധാനമന്ത്രി 3ാമത് എത്തി, അദ്ദേഹത്തിൻ്റെ ധ്യാനം ആത്മവിശ്വാസത്തിൻ്റെ ആണൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഓരോരുത്തർക്കും അവരുടെ അനുഭവം അനുസരിച്ച് പറയാം. പക്ഷേ നമ്മൾ ഈ കാണുന്ന കണക്കനുസരിച്ച് പോലും ഇന്ത്യ മുന്നണിക്ക് ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല NDA വല്ലാതെ അധികാരത്തിലേക്ക് എത്താനുള്ള മഹാഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് എക്സിറ്റ് പോൾ സർവേയിൽ ഞാൻ കാണുന്നില്ല. കാരണം ഒരു ചെറിയ കാര്യം പറയാം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞു 3 സീറ്റിൻ്റെ കാര്യത്തിൽ അനിൽ നമ്പ്യാരും നമ്മളൊക്കെ ഇവിടെ കൃത്യമായി രാഷ്ട്രീയം അറിയുന്നതുകൊണ്ട് നമുക്കറിയാം ഏതാണ് ആ 3 എന്ന് നമുക്ക് ചോദിക്കാം. അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത് കർണാടകത്തിലെ കാര്യമാണ്. കർണാടകത്തിൽ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയായിരുന്നു, ഭൂരിപക്ഷം പ്രവചിച്ചു. അതിനുശേഷം വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം പ്രവചിച്ചെങ്കിലും ചില ചാനലുകൾ കോൺഗ്രസിന് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നില്ല. പക്ഷേ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ മുന്നേറിയത് കർണാടകത്തിൽ. അതുപോലെ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊരു സർവേ ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഇതുപോലെ രേവന്ത് റെഡ്ഡിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ അവിടെ പറയുന്നു
പറയുന്നു BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടും. അത് കഴിഞ്ഞ തവണ കർണാടകയാണെങ്കിലും തെലങ്കാന ആയാലും ആന്ധ്ര ആയാലും ഒക്കെ BJP മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ സർവേയിൽ അവർ കണക്കാക്കിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മഹാരാഷ്ട്ര, ഇതൊക്കെ വേറൊരു കാര്യം കൂടെ ശ്രീ നമ്പ്യാർ മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ മഹാരാഷ്ട്ര അവിടെ തീർച്ചയായിട്ടും അവിടെ BJPക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കരുതിയിരുന്നു. അത് ഏതാണ്ട് അതേപോലെ സംഭവിക്കുന്നു. കർണാടകത്തിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലെങ്കിലും BJP ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നൊരു പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു, അതുപോലെ സംഭവിക്കുന്നു. അതുപോലെ ആന്ധ്രയിലെ TDPയുമായിട്ട് BJP സഖ്യമുണ്ടാക്കിയപ്പോൾ ജനസേന പാർട്ടിയാണ് അതിൻ്റെ ഒരു ഇടനിലക്കാരായിട്ട് നിന്നെന്ന ചർച്ചയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ BJP ഭൂരിപക്ഷം ലഭിക്കും എന്നൊരു ചർച്ചയുണ്ടായിരുന്നു, അത് ശരിവെക്കുന്നു. അങ്ങനെ ഈ ഈ വോട്ടെടുപ്പിന് മുൻപ് കേട്ട സർവേകളുടെയൊക്കെ ഏതാണ്ട് നിഗമനത്തിലേക്കാണ് ഇപ്പോഴും നമ്മളിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനിത് മൊത്തത്തിൽ ഞാൻ കണക്കൂട്ടി നോക്കുമ്പം ഏതാണ്ട് ഒരു തൂക്കു മന്ത്രിസഭയുടെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. തൂക്കു മന്ത്രിസഭ വരണമെന്നൊന്നുമില്ല, ചിലപ്പോൾ NDA അധികാരത്തിൽ വന്നേക്കാം, ചിലപ്പോൾ ഇന്ത്യ അത്രയെങ്കിലും താങ്കൾ സംബന്ധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അല്ല ഉമേഷ് എന്തായാലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പക്ഷേ തീർച്ചയായും ഇതൊന്നും അന്തിമ റിസൾട്ട് അല്ല, അതൊക്കെ ഒരു കടന്ന ചിന്തയാണെന്ന് മാത്രമേ ശ്രീകുമാർ സാറേ പറയാനുള്ളൂ.